എവ്രി വൺ വെൽക്കം ബാക്ക് ടിയർ ഗൈഡ് യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോസിൽ കുറേ ഡൗട്ടുകൾ നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ആൻസർ ചെയ്യാൻ ഓർത്തിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ച നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മളൊരു ആൻസർ തരികയാണ്. അപ്പം ആദ്യം ചോദിച്ചത് ഇതിന് പ്രിലിമിനറി എക്സാം ഉണ്ടാകുമോ എന്നുള്ളതാണ്. നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻ്റ് എക്സാമിന് പ്രിലിമിനറി എക്സാം ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. നമുക്കറിയാം അതൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ നമ്മുടെ ഫീൽഡിൽ പ്രിലിമിനറി എക്സാം കാണില്ല. മെയിൻ എക്സാം ഒരൊറ്റ എക്സാം ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഞാൻ ആ വീഡിയോയിൽ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ക്ലാസ്സിൻ്റെ ഫീസ് വരുന്നത് 2500 രൂപയാണ് കേട്ടോ. ഏറ്റവും ചീപ്പ് കോസ്റ്റാണ്. നമ്മൾ ആദ്യം മുതലേ നമ്മളുടെ 2 വർഷം മുമ്പ് മുതലുള്ള ക്ലാസ്സുകളുടെ ഫീസും ഈ സെയിം ഫീസ് തന്നെയായിരുന്നു. 2000 സ്റ്റാർട്ടിൽ പിന്നെ 2500 ആയിരുന്നു. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാമിനും നമ്മൾ 2500 രൂപയാട്ടോ വാങ്ങുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കുറേ പേര് നമ്പർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. 9496794395 ഇതാണ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഈ ഒരു സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ആഴ്ച എൻഡോടുകൂടി, അതായത് ഇനിയിപ്പോൾ തിങ്കളാഴ്ചയല്ലേ വരുന്നത്, ഈ വീക്ക് എൻഡായാണ്. ഇപ്പം നെക്സ്റ്റ് വീക്കോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവ് സെക്ഷനും അതിൻ്റെ റെക്കോർഡഡ് സെക്ഷൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മളെപ്പോഴും അങ്ങനെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ഡെയിലി ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ റെക്കോർഡഡ് സെക്ഷൻസും ഉണ്ടാവും. ഓക്കെ. പിന്നെ നോട്ടുകളുടെ കാര്യത്തിൽ നിങ്ങൾ ലൈവ് സെക്ഷൻ കണ്ട് മാക്സിമം പോയിന്റുകൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ കുഞ്ഞു കുഞ്ഞു ക്യാപ്സ്യൂൾ നോട്ട്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളുള്ള ക്യാപ്സ്യൂൾ നോട്ട് നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം സിലബസ് മേ ബി വരാൻ സാധ്യതയുള്ളത് 2 സിലബസാണ് മെയിൻലി അക്കൗണ്ടൻ്റ് എക്സാമിന് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതിപ്പം ബികോം സിലബസ് 2 എണ്ണം നമുക്ക് നോർമലി വരാറുണ്ട്. നമ്മൾ ആദ്യം എഴുതിയിരുന്ന എക്സാമുകളുടെ കഴിഞ്ഞ 2023 ആ തുടക്ക കാലഘട്ടങ്ങളിലെ എക്സാമിൻ്റെ സിലബസാണ് ഇവിടെ. ഇതിൻ്റെ PDF ഒക്കെ ഓൾറെഡി നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്. എങ്ങനെ പോയാലും അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ അക്കൗണ്ടിങ് പോർഷൻസ് ആണ്. നമ്മുടെ ഡിഗ്രി സിലബസ് പോലെ തന്നെ ഡീറ്റെയിൽഡ് സിലബസ് PSC പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പം അത് നോക്കി നമ്മൾ അതേപോലെ തന്നെ പഠിച്ചാൽ മതി. BCom ബേസ് ആയതുകൊണ്ട് തന്നെ BCom റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും എക്സാമിനുണ്ടാവുക. പിന്നെ കുറേ പേര് ഗൈഡിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗൈഡ് നിലവിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം നിലവിലുള്ള രീതിക്കുള്ള ഗൈഡ് അവൈലബിൾ ആണ്. അപ്ഡേറ്റഡ് വെർഷൻസ് പിന്നീടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. നിലവിലുള്ള രീതിക്കുള്ള ഗൈഡിൻ്റെ റേറ്റ് വരുന്നത് 800 റുപ്പീസാണ്. അപ്പം അത് വേണം എന്നുള്ളവർ മുമ്പേ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ കുറച്ച് മുമ്പത്തെ ആ ഒരു വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ്, ഇതെല്ലാം മിക്ക മാനേജീരിയൽ എക്കണോമിക്സ്, അതുപോലെ കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇങ്ങനെ ടാക്സ് ഒക്കെ അടങ്ങിയതായിരിക്കാം നമ്മുടെ സിലബസ്. ഓക്കെ. ഫണ്ടമെൻ്റൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഓരോ വർഷം മാറും തോറും ഉണ്ടാവാറുണ്ട്. പല പല അപ്ഡേറ്റ്സുകൾ വരാറുണ്ട്. അപ്പോൾ സിലബസ് ഏതായാലും നമ്മൾ ബേസ് ആയിട്ടുള്ളൊരു സിലബസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പം കഴിഞ്ഞ വർഷത്തെ അതേ സിലബസ് വരാം, ചിലപ്പം എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് വരാം. അത് PSCയുടെ ഇതാണ്. നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോക്കി അത് പഠിച്ചെടുക്കുന്നതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞ് പ്രിലിമിനറി എക്സാം ഇല്ല. ആൻഡ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ അതിനോർത്ത് ബോധറാവേണ്ട കാര്യമില്ല. എക്സാം നടന്ന് അതിൻ്റെ റിസൾട്ട് വന്ന് അതിൽ ഉദ്യോഗാർത്ഥികളുടെ മാർക്കൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുക. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നമ്മുടെ ക്ലാസ് ഇത്തവണ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുകയാണ്. ലൈവ് സെക്ഷൻസ് ഉണ്ട്. കാരണം ലൈവ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലരും ലൈവ് എടുക്കുന്നത് രാത്രിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓർത്തുകൊള്ളുക, രാത്രി ഒരു 8 മണി അല്ലെങ്കിൽ 7 മണി സമയത്തായിരിക്കും. അത് നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ലൈവ് സെക്ഷൻസ് എടുക്കുന്നത്. നിങ്ങൾക്ക് പണി തീർത്ത് ആ ഒരു 1 മണിക്കൂർ സമയം മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ ലൈവ് ആകുമ്പോൾ നമുക്ക് നോർമലി നമ്മുടെ ക്ലാസ്സുകളുണ്ടല്ലോ, റെഗുലർ ക്ലാസ്സുകൾ നമുക്ക് പണ്ട് പോയിട്ടില്ലേ, അപ്പോൾ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും, ആ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ലൈവ് സെക്ഷൻ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.
പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് ഓർത്ത കുറച്ച് ഡൗട്ടുകളാട്ടോ കമൻറ്റിൽ ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് ത്രൂ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. മാക്സിമം കോൾ വിളിക്കരുത്, മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ താങ്ക്